ഇന്ത്യൻ എഡിഷൻ സോഹോ ബുക്സിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ ഓൾറെഡി കണ്ടു. ഇന്ന് UAE എഡിഷൻ സോഹോ ബുക്സിന്റെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നത് അവരുടെ ടാക്സ് കംപ്ലയൻസ് എന്നുള്ളത് വാറ്റാണ്. അതേപോലെ തന്നെ കറൻസി ദിർഹമാണ്. മെയിനായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ്. നമ്മളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ ഒരു മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതുപോലെ ഒരു സോഹോ ബുക്സിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ ടാക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ TRN നമ്പർ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. TRN അപ്ഡേറ്റ് ചെയ്ത് അതിന് നമ്മൾ എന്നാണ് നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്തതെന്ന് കൊടുക്കുക. അതിനുശേഷം ഏത് ഡേറ്റിലാണ് നമ്മൾ സോഹോ ബുക്സിൽ വാറ്റ് ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് മന്ത് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ വാറ്റിൻ്റെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആവും. ദെൻ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ എഡിഷനിൽ കണ്ട പോലെ തന്നെ നമുക്ക് റിസീവബിൾസിൻ്റെയും പേയബിൾസിൻ്റെയും അതുപോലെ ക്യാഷ് ഫ്ലോയിൻ്റെ ഒരു ചാർട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഇൻകത്തിൻ്റെ എക്സ്പെൻസിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ദെൻ നമ്മുടെ ബാങ്കിൻ്റെ ലൈവ് ബാലൻസ്, അതിനുശേഷം ഐറ്റം എന്നുള്ള മോഡ്യൂളിൽ നമുക്കിതുപോലെ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ കാണാനായിട്ടും പറ്റും. പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഡിഫറെൻറ്റ് പ്രൈസ് നമ്മൾ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ പ്രൈസ് ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ദെൻ നമ്മുടെ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള മോഡ്യൂൾ വഴി റൈറ്റ് ഓഫ് ചെയ്യാനും പറ്റും. അടുത്തതായിട്ട് ബാങ്കിങ്ങിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ബാങ്ക്സ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ബാങ്ക് ഓർ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് കണക്ട് നൗ എന്നുള്ളത് കൊടുത്ത് ഇവിടെ ടിക്കറ്റ് നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഇനി വരുന്ന വിൻഡോയിൽ നമ്മുടെ ബാങ്ക് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുന്നതിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാങ്ക് ഇൻ്റഗ്രേഷൻ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മാനുവലി ബാങ്ക് ആഡ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്താലും മതി. സെയിൽസ് മോഡ്യൂളും ഇൻ്റർനേഷനുമായിട്ട് നമുക്ക് വളരെ സിമിലർ ആണ്. നമുക്കൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാം, കൊട്ടേഷൻ അവർക്ക് കൊടുക്കാം, അതുപോലെ ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇൻവോയ്സിൽ വരുന്നുണ്ടാവുക ഫ്ലാറ്റ് 5% വാറ്റ് ആയിരിക്കും നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്നുണ്ടാവുക. അത് നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് ആയിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ പർച്ചേസ് മോഡ്യൂൾ വഴി വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യാനും പർച്ചേസ് ബിൽസ് ബുക്ക് ചെയ്യാനും പറ്റും. അതിൽ നമ്മൾ 5% വാറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ലെഡ്ജേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും വാറ്റിൻ്റെ. ദെൻ എക്സ്പെൻസ് എന്നുള്ള മോഡ്യൂളിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ നോർമലായിട്ട് വരുന്ന എക്സ്പെൻസ് എൻ്റർ ചെയ്യാം. സാലറി, റെൻറ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സ്പെൻസ് എല്ലാം നമുക്ക് ഈ മോഡ്യൂൾ വഴി റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ടന്റിലേക്ക് വരുന്ന സമയത്താണ് ചാർട്ട് ഓഫ്